ഹലോ ഗൈസ്, ഇന്നൊരു ഹർത്താൽ ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പം ഞാൻ വീഡിയോയിലൊക്കെ ഇന്നാണെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതാ നെല്ലിക്കാൻ പറ്റുന്ന നെല്ലിക്ക പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നെല്ലിക്ക പിടിക്കാറില്ല കേട്ടോ. അപ്പം നിറച്ച് നെല്ലിക്ക പിടിച്ചിപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ കാണാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉത്സവം കൊടിയേറാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഇൻ്റർലോക്ക് എല്ലാം നമ്മൾ കഴുകുന്നുണ്ട്. രണ്ട് ആൻറ്റിമാരും ഒന്ന് കഴുകുന്നുണ്ട്. പിന്നെ ആ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ അതാ നല്ല മാങ്ങയിട്ട് തേങ്ങ അരച്ച മീൻകറി വെക്കുന്നുണ്ട് കേട്ടോ, വേളാവ് മീൻകറി. അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അമ്മ മല്ലിപ്പൊടി, മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ മീൻകറി ഒരു സ്പെഷ്യൽ മിക്സ് ചേർക്കുന്നുണ്ട്. ഞാനത് മിക്സ് എന്താണെന്ന് കണ്ടില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞ സ്പെഷ്യൽ മിക്സാണ് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സംഭവം അടിപൊളി മീൻകറി ആയിരുന്നേ. അങ്ങനെ മിക്സൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് കറിവേപ്പില അമ്മ തോനെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മാങ്ങ നമ്മൾ വീട്ടിൽ പിടിച്ച ഞാനത് ഉണക്കിയിട്ട് അച്ചാറിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മീൻകറി തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനെല്ലാം ഇത് ഇട്ട് കൊടുത്തു. പിന്നെ അമ്മ എനിക്കൊരു മുട്ട വിഴുങ്ങി തന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്ന് പാവയ്ക്ക കൊണ്ടാട്ടം വെക്കണം, അതുകൊണ്ട് പാവയ്ക്ക അരിഞ്ഞ് തരാനെന്ന്. അങ്ങനെ പിന്നെ പാവയ്ക്കെല്ലാം നൈസിന് അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഞാൻ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അത് കൊണ്ടാട്ടം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയപ്പം ഞാൻ അമ്മ അടുത്ത് കുറേ നാളുണ്ട് പറയാം എനിക്കിങ്ങനെ പയറിങ്ങനെ ശർക്കര പാനി വെച്ചിട്ട് കഴിക്കണമെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ അമ്മ അത് ഉണ്ടാക്കി തന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോയിരുന്ന് സുഖമായി കിടന്നൊന്ന് ഉറങ്ങി ഗൈസ്. എണീച്ച് വന്നപ്പോൾ ഒരു 3:30 മണിയായപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. ചോറും തൈരും പാവയ്ക്ക കൊണ്ടാട്ടോ അച്ചാറും പിന്നെ പച്ചക്ക മെഴുക്കുവരട്ടിയും നല്ല മീൻകറിയും ഒക്കെ കൂട്ടി എൻ്റെ പൊന്നോ സൂപ്പറായിരുന്നു. വിഷമായിരുന്നു എണീച്ചത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ മാങ്ങാച്ചാറും തൈരുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാങ്ങാച്ചാറും തൈരും എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ വ്ളോഗൊക്കെ ഉടനെ ഇടുന്നതായിരിക്കുമേ.